ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 69 മുതലുള്ള വാക്യങ്ങൾ. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കൈകളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാനും വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ സഖറിയായുടെ പ്രവചന ഗീതത്തെക്കുറിച്ചാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. അതിൽ തനിക്കൊരു കുഞ്ഞുണ്ടായതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും സഖറിയ എടുത്തു പറയുന്നത് തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ദൈവം ഉയർത്തി എന്നാണ്. തൻ്റെയും ഭാര്യയുടെയും വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിൻ്റെ പ്രതീക്ഷ പോലും ഇല്ലാതിരുന്ന സമയത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു കുഞ്ഞിനെ ലഭിച്ചിട്ടും തൻ്റെ സംസാരശേഷി അത്ഭുതകരമായി തിരിച്ചു വന്നിട്ടും തൻ്റെ മകനായി പിറന്നവൻ്റെ ഉന്നത ദൈവിക ദൗത്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടും സഖറിയായുടെയും എലിസബത്തിൻ്റെയും പ്രധാന ചിന്തയും സംസാരവും പ്രഘോഷണവുമെല്ലാം വരാനിരിക്കുന്ന ഉടനെ തന്നെ വരുന്ന രക്ഷകനായ ദൈവപുത്രനായ ഈശോയെക്കുറിച്ചാണ്. സ്വന്തമായി ഈ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടിയതിനെക്കുറിച്ചുള്ള സന്തോഷത്തെക്കാളും ദൈവത്തെ ആണ് സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ കാരണമായി സഖറിയ പറയുന്നതെന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. സ്നേഹമുള്ളവരെ, ഈ കാലങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളാണോ, നമുക്ക് വന്നു ചേരുന്ന ഭാഗ്യങ്ങളാണോ, നമ്മുടെ പണമാണോ, നമ്മുടെ പ്രശസ്തിയാണോ, ജനങ്ങളുടെ അംഗീകാരത്തിൻ്റെ കയ്യടിയാണോ നമ്മുടെ സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന്, അതോ നമ്മുടെ ഉള്ളിൽ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുന്ന ഈശോയാണോ നമ്മുടെ സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. ഒരു കുഞ്ഞില്ലാതിരുന്നിട്ട് കുഞ്ഞിനെ കിട്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കാനോ പറയാനോ അല്ല. അതിനെല്ലാം ഉപരിയായി ദൈവം തൻ്റെ വാക്കുകൾ പാലിക്കുന്നു, വിശ്വസ്തത നിറവേറ്റുന്നു എന്നുള്ള ആ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും രക്ഷകൻ വരുന്നു എന്നുള്ള സന്തോഷവുമാണ് തനിക്ക് ലഭിച്ച ഈ കുഞ്ഞിനേക്കാളും വലുതായി സഖറിയായും എലിസബത്തും കാണുന്നത്. ലൗകിക സന്തോഷങ്ങളിൽ മതിമറക്കാതെ കൂടെയുള്ള ദൈവത്തെ എപ്പോഴും ഓർത്ത് ഏറ്റവും പ്രധാനമായ കാരണമായി, സന്തോഷത്തിനുള്ള കാരണമായി ആ ദൈവത്തെ കാണാനുള്ള അനുഗ്രഹം എപ്പോഴും തരണമെന്നും ലൗകിക സന്തോഷങ്ങളോ സുഖങ്ങളോ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദങ്ങളോ ഒന്നും ഈ ദൈവത്തിൻ്റെ സ്ഥാനം കൈയടക്കാതിരിക്കാനുള്ള അനുഗ്രഹത്തിനായും നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.